കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കൂല കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങിക്കോളി. കല്യാണം കഴിയാത്ത എൻ്റെ സഹോദരിമാരോടാട്ടോ പറയണത്. കല്യാണം കഴിഞ്ഞവർക്കറിയാം അതിൻ്റെ ചുറ്റുപാട്. കാരണം നമ്മൾക്കൊരു പീസ്ഫുൾ മോർണിംഗ് ഒക്കെ നമ്മുടെ നിഘണ്ടുവിലേ ഇല്ലാത്തൊരു കാര്യമാണ്. രാത്രി കിടന്ന് ഉറങ്ങി ഒരു ടൈമാവും ഉറങ്ങാൻ, ഒരു ടൈമാവും എഴുന്നേൽക്കാൻ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എന്താണ് ലഞ്ച്, കുട്ടികളെ പറഞ്ഞയക്കണം, ഹസ്ബൻഡിനെ ഓഫീസിൽ പറഞ്ഞയക്കണം, പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ മാനേജ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ തോട്ട്. അതിൻ്റെ ഇടയിൽ ഒരു പീസ്ഫുൾ മോർണിംഗ് ഒക്കെ നമ്മൾ മറന്നുപോയ കാര്യമാണ്. അപ്പം കല്യാണം കഴിയാത്ത എൻ്റെ ഫ്രണ്ട്സിനോടാണ് പറയുന്നത്, ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളി. മോർണിംഗ് ഒക്കെ ആസ്വദിച്ച് ഒരു ടീ ഒക്കെ കുടിച്ച് പുറത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആ ഒരു കാലമാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ കാലഘട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. വെള്ളപ്പവും ഒരു ഇഷ്ടുകറിയും. ഞാൻ കൂടുതലും രാവിലെ ധാന്യങ്ങൾ, അതായത് ചെറുപയർ, കടല, വെളുത്ത കടല, അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടാണ് കൂടുതലും കറി ഉണ്ടാക്കാറ്. തലേന്നത്തെ കറി അങ്ങനെ വല്ലാണ്ട് എടുക്കാറില്ല. മോർണിംഗിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഞാൻ കറി എപ്പോഴും ഉണ്ടാക്കാറ്. എൻ്റെ സജഷനും അതാണ്. കാരണം രാവിലെ നമ്മൾ കുറച്ചൊരു ഇതേപോലത്തെ കടലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് എന്തായാലും അരിയായിരിക്കും, എന്നാലും ഒരു ധാന്യങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേപോലെ നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയാണ്? ഇപ്പം കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളുടെയൊക്കെ മോർണിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു യൂസ്ഫുൾ ആവും. കാരണം എല്ലാവരും ഒരു ബിസി ആണോ, അല്ലാതെ ഇതേപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു മോർണിംഗ് ആണോ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഐഷുദ ഇവിടെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.